ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ലക്സംബർഗിലാണ്. അപ്പോൾ ഇന്നലെ നൈറ്റ് ഇവിടെ വന്ന് സ്റ്റേ ചെയ്തു. അപ്പോൾ ഇന്ന് മോർണിംഗ് ഇപ്പോൾ 7:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു ട്രെയിനിൽ ചെറുതായിട്ടൊരു ട്രക്കിങ്ങിന് വേണ്ടി പോവാണ്. അപ്പോൾ എൻ്റെ കൂടെ സനുജയും ആളുടെ ഹസ്ബൻഡും കൂടി ഉണ്ട്. നമ്മൾ കാറിലാണ് പോകുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടുത്തെ വീടുകളൊക്കെ ഒറ്റ ബിൽഡിങ്ങാണ്, അതായത് എല്ലാം ഒരുമിച്ചായിരിക്കും. വീടിൻ്റെ കളറ് മാത്രമായിരിക്കും മാറ്റം ഉണ്ടാവുന്നത്. നോക്കി കണ്ടോ, അതായത് എല്ലാം ഒരൊറ്റ മതിലിൽ ഇങ്ങനെ ചേർന്നായിരിക്കും, പക്ഷെ എല്ലാം വേറെ വേറെ കളറായിട്ടുണ്ടാവും. ഇന്നിപ്പോൾ ഒരു ക്ലൈമറ്റ് സണ്ണി ഒന്നല്ല കേട്ടോ, കുറച്ച് ക്ലൗഡി എന്ന് പറയാൻ പറ്റില്ല, മഴയാണ്. കണ്ടോ, മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലിയ രസം ഉണ്ടാവില്ല നമുക്ക് കാണാനും പോകാനൊക്കെ. അപ്പം ഞാനിപ്പോൾ ആക്ച്വലി പോകുന്ന ലക്സംബർഗിൽ തന്നെ വലിയൊരു ട്രക്കിങ്ങിൻ്റെ പ്ലേസിലാണ്. 38-39 കിലോമീറ്ററൊക്കെ ട്രക്കിങ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം അവിടെ ഉണ്ട്. പക്ഷേ എനിക്ക് ടൈം കുറവായതുകൊണ്ട് ഞാൻ എവിടെയൊക്കെ പോകുന്നറിയില്ല. കാരണം ഒരു KFC പോകുന്നുണ്ട്, വാട്ടർഫാളിൽ പോകുന്നുണ്ട്, കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പോയി നോക്കട്ടെ. എന്തായാലും എനിക്ക് ഇന്ന് വൈകിട്ട് ഞാൻ ജർമ്മനിക്ക് തന്നെ എൻട്രി ചെയ്യും. സോ എത്രത്തോളം ടൈം എടുത്ത് എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കിയിട്ട് അറിയാം. ഹായ്, ഗുഡ് മോർണിംഗ്. പോവല്ലേ? ഇവിടുന്ന് എത്ര ടൈം എടുക്കും അങ്ങോട്ട് പോവാനായിട്ട്? ഓക്കെ, നമ്മൾ ഈ അറ്റത്തും അറ്റത്തും ആയതുകൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഈ കൺട്രീന്റെ സൈഡിൽ നിന്ന് ആ കൺട്രി സൈഡിൽ പോകുന്നു അല്ലേ, അല്ലെങ്കിൽ അടുത്തടുക്കാൻ അത്രേ ഉള്ളൂ ഈ രാജ്യം. അതെ അതെ. ഇവിടെ കാറിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടാണ് കേട്ടോ. നോക്കി, ഫുള്ള് ട്രാഫിക് ആണ്, ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് നേരെ പോകാനായിട്ട്. പക്ഷേ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും പോകുന്നുണ്ടല്ലോ, അതെന്താ? അത് ഓൾറെഡി അവർ മുന്നേ പോയത്, അതുകൊണ്ട് ആ ട്രാക്ക് മാറാൻ പറ്റില്ല. അതുകൊണ്ടാണോ? സ്ട്രൈറ്റ് ഉള്ള റോഡാ, നമുക്ക് കറങ്ങാനുള്ളതല്ലേ, എക്സിറ്റ് എടുക്കാൻ. ഓ, അതുകൊണ്ടാണ് ഈ സൈഡ് മാത്രം ഫുൾ ട്രാഫിക്കാ. ഇവിടെയൊക്കെ ഒരു സ്പ്രിങ് സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് അല്ലേ? അത്യാവശ്യം വൈറ്റ് പൂക്കളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് രണ്ട് സൈഡിലും. പക്ഷെ ആ ഒരു സ്പ്രിംഗ് ടൈം വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഓൾമോസ്റ്റ് ഞങ്ങളിവിടെ മുള്ളർത്താൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതാണ് മുള്ളർത്താൽ ട്രക്കിംഗ് ആണ് നമ്മൾ പോകുന്നത്. പക്ഷെ ആക്ച്വലി അത് വലിയ ട്രക്കിംഗ് ആണ്. എത്രത്തോളം ഇന്ന് പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് ഈ ട്രീസിലൊക്കെ എന്താ ഇലയാണോ ഉണ്ടാവുന്നത്? പിന്നെ ഈ ഗ്രീൻ ആയിട്ട് വരും അല്ലേ? ഇപ്പൊ സ്പ്രിംഗിലാണോ സമ്മറിലാണോ വരുന്നത്? ഇല സ്പ്രിംഗിൽ വരും. പക്ഷെ ഇല ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നൈസ് ആയിരിക്കും ഇതുവഴി പോവാൻ. നമുക്ക് ആ അതെ അതെ, ഓട്ടം ഇല കൊഴിയുന്നൊക്കെ അടിപൊളിയായിരിക്കും. ഇപ്പൊ നോക്ക്, അവിടെ മൊത്തം ഒന്നുമില്ല, ജസ്റ്റ് ആ മരം മാത്രമേ ഉള്ളൂ, അതിൽ ഇലയൊന്നുമില്ല, ഇല മൊത്തം ഓൾറെഡി കൊഴിഞ്ഞിരിക്കുക. നമ്മളതിപ്പോൾ ഓൾമോസ്റ്റ് എത്താനായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ സൈഡ് ഒതുക്കിയിട്ടേക്കാണ് കാറ്. ഓക്കെ, അടിപൊളി. അവിടെയൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ട്. ഗ്രീനായി കഴിഞ്ഞാൽ യൂറോപ്പ് കാണാൻ അടിപൊളിയാണ് കേട്ടോ. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഒന്ന് ഗ്രീനായപ്പോൾ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ വന്നതൊരു വിൻ്റർ കഴിഞ്ഞ് സ്പ്രിങ് സ്റ്റാർട്ടിങ്ങിലാണ്. വിൻ്റർ കഴിഞ്ഞിട്ടുമില്ല, സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുമില്ല. അപ്പോൾ എനിക്ക് വിൻ്ററും അല്ല സ്പ്രിങ്ങും അല്ലാത്തൊരു ഇതാണ്. ഇവിടുന്ന് അങ്ങോട്ട് നടക്കാൻ നമ്മൾ പറ്റൂല കേട്ടോ. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാം, പുറത്തു കൂടെ നടക്കാൻ പറ്റില്ല. പക്ഷെ അടിപൊളി. അപ്പുറത്തെ സൈഡിൽ ഫാക്ടറിയും വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ സൈഡിൽ നിന്നിട്ട് അപ്പുറത്തേക്ക് നമുക്ക് ഈ റോഡിൽ അങ്ങനെ ക്രോസ് ചെയ്ത് പോകാനൊന്നും പറ്റില്ല. ഇതൊരു വലിയ ബ്രിഡ്ജാണ്. അപ്പോൾ ഇതുവഴി നടക്കാനൊക്കെ നമുക്ക് പറ്റും. താഴെ നോക്ക്, ഈ കാശ്മീരിലൊക്കെ ഇങ്ങനെ കാണുന്ന പോലെ ഇങ്ങനെ പ്ലെയിനായിട്ട് കുറേ സ്ഥലം കിടക്കുക. കുറച്ച് കഴിയുമ്പോൾ മൊത്തം അത് ഗ്രീനായിട്ട് വരും. ഇവിടെ നമ്മൾക്ക് താഴേക്ക് ഇറങ്ങി പോകാനുള്ള സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്, പാലവും നല്ല രസമുണ്ട്. നോക്ക്, ഒരു ക്ലൗഡി ക്ലൈമറ്റാണ്, മഴ പെയ്യാൻ പോകുന്ന പോലത്തെ ഒരു ക്ലൈമറ്റില്ല. അതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞുകൊണ്ട് പിന്നെ ആ ഒരു ഭയങ്കര തണുപ്പുണ്ട്, കൂടുതൽ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ കാറിൽ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. ചിക്കൻ കറിയും ഇടിയപ്പമാണ്. എൻ്റെ നാട്ടിൽ നൂൽപുട്ടെന്ന് പറയും. അപ്പോൾ നൂൽപുട്ട് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ദേ ഇവിടെ തന്നെ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടിട്ട് ഇവിടുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് നോമ്പാണ്, അതുകൊണ്ട് ഇവർ ഇടയത്താഴം കഴിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്, അവർ വേറെ ഒന്നും കഴിക്കുന്നില്ല. നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നല്ല തണുപ്പല്ലേ? ഓ, നമ്മളാണെങ്കിൽ ഇവിടെ ഹാറ്റോ വേറെ ഒന്നോ കാര്യങ്ങളൊന്നും എടുത്തില്ല. ഇത്രയും തണുപ്പായിരിക്കും എന്ന് വിചാരിച്ചില്ല. ഞാനിങ്ങനെ ഫ്രീസായി പോന്നു. ഇങ്ങനെ തണുപ്പാകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് ചാർജൊക്കെ അങ്ങ് പോവും. പവർ ബാങ്കിലെയും എല്ലാത്തിനെയും കൈയൊക്കെ ഇങ്ങനെ ഫ്രീസ് ആവുന്ന രീതിയിൽ തണുക്കുന്നുണ്ട് കേട്ടോ. ഇത് പുതിയതായിട്ട് അവരുണ്ടാക്കിയ പോലെ ഉണ്ട് അല്ലേ? മരത്തിൻ്റെ ആ വിരിക്കാനുള്ള നല്ലൊരു അടിപൊളി സ്ഥലം. അങ്ങോട്ട് നോക്കി, ഫുള്ള് പച്ച പരവതാനി വിരിച്ച പോലെ ഇരിക്കുന്നുണ്ട്, അടിപൊളി. നമ്മളിപ്പോൾ ട്രെയിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ആക്ച്വലി ഇത് കുറേ കിലോമീറ്റർ ഉണ്ട്,
കുറേ ദിവസമൊക്കെ ആയിട്ടാണ് ആളുകൾ ചെയ്യുന്നത്. ഉള്ളിലൊക്കെ പോയി നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം അത് ടൈം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ദൂരം അങ്ങ് പോയിട്ട് വരും. കുറേ റൂട്ടുകളുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ജസ്റ്റ് ഒരു ട്രെയില്. ആരുമില്ല, ജസ്റ്റ് നമ്മളെപ്പോലെ വരുന്നവരാരെല്ലാം ഉണ്ടേ അത് മാത്രമല്ലേ. ഓ വിന്ററില് ആരുമില്ല, നമ്മൾ മാത്രം. ഓ ഇത് സമ്മറിലായിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും. ഓട്ടം ആണെങ്കിലും അല്ലേ, സ്പ്രിങ് ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ടാവും. നോക്ക്, കാരണം ഒത്ത ഇങ്ങനെ വീണ് കിടക്കും. ഇതൊക്കെ പോകുന്ന വഴി തന്നെ ചെളി പോലെയാ, വഴിക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. നോക്കി ഇറങ്ങിയാൽ മതി. ഓ അടിപൊളി. ഇങ്ങനെ ഒരു ട്രെയിലായിരുന്നല്ലേ. കുറേ നാളായി ഇപ്പം ഞാൻ ട്രക്കിംഗ് എല്ലാം ചെയ്തിട്ട്. എന്തായാലും ഇന്നാണെങ്കിൽ ഒരു വെയിലെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. ഇന്നാണെങ്കിൽ കറക്റ്റ് ഇപ്പോൾ 6 ഡിഗ്രിയൊക്കെയാണ് തണുപ്പ്. വിൻ്ററും മഴയത്തൊക്കെയാണ് നടക്കുന്നത്. നമ്മൾ അടിപൊളി. ഇത് കുറേ പോകാനുണ്ട്. തിരിച്ചപ്പോൾ ഇതുവഴി തന്നെ വരണോ? റിംഗ് ആയിട്ട് വരാം. ഓ 10 കിലോമീറ്ററാ? ഓക്കെ. അല്ലേ 37 ആകുമ്പോൾ അത് വേറെ റൂട്ട് പോകണോ? വേറെ എൻട്രൻസാ? നമ്മൾ ഈ 10 കിലോമീറ്ററിന്റെ എൻട്രൻസ് നോക്കി വന്നാലേ ഏറ്റവും ചെറുതല്ലേ. എനിക്കാണെങ്കിൽ ട്രക്കിംഗ് ഭയങ്കര ഇഷ്ടം. ഇവിടെ കുറച്ച് ദിവസം നിൽക്കുമായിരുന്നെങ്കിൽ ഫുൾ ട്രക്കിംഗ് ചെയ്യായിരുന്നു. അടിപൊളി. വരണം കേട്ടോ, താഴെ നോക്കണേ. വിന്റർ ആയതുകൊണ്ട് തന്നെ മഴയൊക്കെ പെയ്ത് ഫുള്ള് ഇതാ. ഇതിന്റെ ഉള്ളിലൊരു ഗുഹയൊക്കെ ഉണ്ടെന്ന് കേട്ടു. അത് വേറെ ട്രക്കിങ്ങാ? അത് വേറെയാ. ഓരോ ട്രക്കിംഗ് ചെയ്യുമ്പോ നമുക്ക് ഓരോന്ന് കാണാൻ പറ്റും. എന്തൊക്കെ? ഈ വാട്ടർഫോൾ ഉണ്ട്, പിന്നെ എന്തൊക്കെ ചെറിയ സാൻഡ് സ്റ്റോൺസ് ഉണ്ട്, കാസിലുണ്ട്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ഇവിടെ. ഞാൻ ആദ്യമായിട്ടാ ഇവിടെ. ഓ അടിപൊളി. നിങ്ങൾ ഇവിടെ ഇത്രയും വർഷമായിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ടില്ല. സാരില്ല, ഞാൻ കാരണം ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറ്റിയല്ലോ. വന്ന ടൈം കൊള്ളൂല. സമ്മറിൽ വരണം. ഞാൻ മനസ്സിലാക്കി, യൂറോപ്പിലേക്ക് സമ്മറിന് മാത്രമേ വരാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇവിടത്തെ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും ഉണ്ടാവും. ഇത് അങ്ങോട്ടൊക്കെ അടിപൊളി അല്ലെ, ഒരു പ്രത്യേക ഗുഹയെല്ലാം അങ്ങനെ ഉണ്ടായേക്കുന്ന ഗ്രീൻ ഒരു സംഭവം. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓ ഇപ്പൊ എനിക്ക് കൊണ്ട് മരങ്ങളും കൂടെ കൂടുതൽ ഇപ്പൊ തണുപ്പ് കൂടി. പക്ഷെ കാറ്റധികം വീശുന്നില്ല. ഇപ്പം കാറ്റില്ല, പുറത്ത് കൂടുതൽ തണുപ്പ് ഫീൽ ചെയ്തു. കാരണം കാറ്റ് ഇതിങ്ങനെ ഒരു ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പം തോന്നില്ല. ഇവിടെ വീടുകളാണെങ്കിലും മൊത്തം സൈലന്റ് അല്ലേ, എവിടെയും ഒരു സൗണ്ട്. എനിക്കൊണ്ട് നമ്മള് മാത്രമേ ട്രക്കിങ്ങിന് ഈ കാലത്ത് വന്നിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചു കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും. കുഴപ്പമില്ല, എനിക്ക് ആളുകൾ ഇല്ലാത്തയായിരുന്നു വേണ്ടത്. നല്ല രസമുണ്ടല്ലേ ഇത്. ആ നോക്കി, എന്തോ ഹോളായിട്ട്. ഇതിന്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ജീവികളോ എന്തെങ്കിലും ഉണ്ടാവോ? ഉള്ളിൽ പോയി അതിന്റെ ഉള്ളിലേക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി. എന്തായാലും എനിക്ക് ഇത്രയും ദിവസം ഞാൻ യൂറോപ്പിൽ വന്നിട്ട് ക്രൗഡാണ് പറഞ്ഞ കരയായിരുന്നു. ഇപ്പൊ ക്രൗഡേ ഇല്ല. ഇപ്പൊ നമ്മള് മാത്രം. ഫുൾ പീസ്ഫുൾ അല്ലേ. അടിപൊളിയാണ് കേട്ടോ. മൊത്തം കിളികളുടെ ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. ഇവിടെയാണെങ്കിൽ എല്ലാം മൊത്തം കൊഴിഞ്ഞു വീണ് കാണുന്നുണ്ട്. പക്ഷെ മഴ പെയ്തോണ്ട് കുറച്ചു നേരം സൈലന്റ് ആയിട്ട് ഇരുന്നോക്കി കേട്ടോക്കി. ഫോണിൽ എത്രത്തോളം കേൾക്കുന്ന അറിയില്ല. നമ്മളിവിടെ നിൽക്കുമ്പോ അല്ലേ നമുക്ക് ഒരുപാട് കിളികളുടെ സൗണ്ട്. ഭയങ്കര റിഫ്രഷിങ് ഫീല്. അടിപൊളി. വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയേനെ. അങ്ങോട്ടൊക്കെ നോക്ക്, നൈസാണല്ലേ. ശരിക്കും ഇപ്പൊ ഇവിടെ ഓട്ടമിലായിരിക്കും ഏറ്റവും അടിപൊളി അല്ലേ. ഇങ്ങനെ ഇല ഇങ്ങനെ കാറ്റിൽ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുമ്പോ പൊളിയല്ലേ. ഇവിടെയൊക്കെ ആക്ച്വലി മഴ പെയ്യുമ്പോ വെള്ളം ഉണ്ടാവും തോന്നും. കാരണം ഒരു വെള്ളത്തിന്റെ ഒരു ഇതാണ് അങ്ങോട്ട് പോയിട്ടല്ലേ. നീ കണ്ടോ വെള്ളത്തിന്റെ ചാല അങ്ങോട്ട് അറ്റം വരെ പോയിട്ടുണ്ട്. അപ്പൊ മഴയില്ല. എപ്പോഴാ വെള്ളം ഉണ്ടാകുന്നത്? സമ്മറിലോ? അല്ല, വെള്ളം എപ്പോഴും ഇങ്ങനെ വാട്ടർഫാളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് സമ്മറിലാണ്. ഇവിടെ അല്ല, സമ്മറിലാ. നമ്മുടെ നാട്ടിൽ സമ്മറെല്ലാം പറ്റില്ല. ഇവിടെ സമ്മറിലെല്ലാം പച്ചപ്പും എല്ലാം. നമ്മുടെ നാട്ടിലെ ഫുള്ള് പ്രശ്നമല്ലേ, ഉണങ്ങിപ്പോവും. ഇവിടെ പക്ഷെ അടിപൊളി ഗ്രീനറി. നല്ല ഭംഗിയായിരിക്കും കേട്ടോ, കളർഫുൾ ആയി.
ഇതപ്പോ ഇന്നൊരു 10 കിലോമീറ്റർ നമ്മള് ട്രെയിലാണ് നമ്മള് പോകുന്നത്. കാടിന് നടുവിലൂടെ ഇങ്ങനെ ഒരു 360 ആംഗിൾ നമ്മള് കറങ്ങി വരും. അങ്ങോട്ടൊക്കെ കണ്ടോ ഒരു വേറെ പ്രത്യേക ലാൻഡ്സ്കേപ്പ് ആട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടോ ഗുഹ പോലെ നമുക്ക് സൈഡിലേക്കൊക്കെ കുറെ കാണാൻ പറ്റുന്നുണ്ട്. നോക്കി പോകുന്ന വഴിക്ക് ഇങ്ങനെ ഗുഹ പോലെ കാണുന്നുണ്ട്. അത് നൈസാണ് കേട്ടോ. കുറച്ചുകൂടെ വലിയ ഗുഹയാണെങ്കിൽ ഉള്ളിലേക്കൊക്കെ കയറി നിൽക്കായിരുന്നു. നമ്മളിനി മഴയൊക്കെ പെയ്താലോന്ന് ഓർത്ത് കുടയൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. കാരണം ഓൾറെഡി കുറേ മഴയായിരുന്നു മൊത്തത്തിൽ. നോക്കി ഇതെല്ലാം നൈസ് സ്പോട്ടാണ് കേട്ടോ. നടക്കുമ്പോഴേ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗുഹ പോലത്തെ സംഭവം കാണുന്നത്. അതിൻ്റെ കളറും ആ ഒരു സംഭവം ലുക്കും വേറെ രീതിയിലാണ് കാണുന്നത്. നോക്ക് നല്ല രസമുണ്ട് അല്ല. ഈ എന്താ പറയാ സീൻ്റെ അടിയിലൊക്കെ ഉണ്ടായ ആ ഒരു സംഭവം പോലെ ഇരിക്കുന്നല്ലേ. നൈസ്. കുറേ ദിവസമായി ഒരു ഹൈക്കിങ്ങിനും ട്രക്കിങ്ങിനൊക്കെ പോയിട്ട്. യൂറോപ്പിൽ വന്നേ പിന്നെ ഫുൾ എല്ലാവിടെയും വിൻ്ററൊക്കെ ആയതുകൊണ്ട് എവിടെയും അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് പോയത് സിറ്റി കാണാൻ. ഇന്നലെയൊക്കെ രാത്രി അതുകൊണ്ടാണ് പോയത്, ഇന്ന് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. കണ്ടോ ബ്യൂട്ടിഫുൾ കേട്ടോ. ഇപ്പോഴത്തെ ഈ റോഡൊക്കെ വന്നല്ലോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൽ വണ്ടി വരുമോ? ഓക്കെ, ഇതിനും അകത്തോട് പോകുന്ന റോഡല്ലേ. ഓക്കെ ഓക്കെ. ഇതെന്താ മരമല്ല അവർ വെട്ടിയിട്ടേക്കുന്നത്? ഓ ഒടിഞ്ഞു വീഴാതിരിക്കാനല്ലേ. ഈ മരത്തിന് കുറച്ച് സിമ്പൽ കൊടുത്തിട്ടുണ്ട് 3 കളറിൽ. അതെന്താന്ന് പറയാം? ഓ അതിന്റെ ഇൻഡിക്കേഷൻ ആണല്ലേ. അപ്പൊ അതിന്റെ ട്രെയിൽ ഇവിടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ അതിന്റെയും സബ്. കാരണം അതേ കണ്ടോ മരത്തിന്റെ എല്ലാം ഷേരോ മാർക്ക് പോലെ അല്ല കൊടുത്തേക്കുന്നത്. നമുക്കത് കറക്റ്റ് മനസ്സിലാവുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. കണ്ടോ ഇതൊക്കെ. ആ ഓരോ കിലോമീറ്റർ. നമ്മളിതിലേതാ എക്സ്ട്രാ ടൂറോ? ആ 9.3. ഇത് സെറ്റ് റൂട്ട് 33 കിലോമീറ്റർ. പക്ഷെ ഇത് ചെറുതാ. അപ്പൊ അതെന്താ ഈ എക്സ്ട്രാ ടൂർ അത് തന്നെ വേറെ കൊടുത്തേക്കുന്ന 2 റൂട്ട് ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അതെല്ലാം കാണാം അങ്ങനെ. ഇപ്പൊ ഇതെന്താ? അപ്പൊ ഇത് ജസ്റ്റ് ഓക്കെ. ഈ 2 റൂട്ടാണ് ഉള്ളത്. ഒന്ന് 33 ഒന്ന് 9.3. ഓ ഈ ഒരു റൂട്ടില് 2 റൂട്ടാണുള്ളത്. ഓക്കെ. അപ്പൊ 38ന്റെ 39ന്റെ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അടിപൊളി കേട്ടോ. നൈസ്. ഓരോന്നിനും ഓരോ സിമ്പിൾ കൊടുത്തേക്കാണ്. ഞാൻ ഏരോ മാർക്കും കിലോമീറ്റർ ഒന്നുമില്ല, മരത്തിൽ ഇങ്ങനെ പെയിന്റ് അടിച്ച് വെച്ചേക്കാം. അത് അതിന്റെ ആ ഒരു സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തിനുള്ള സിമ്പലാന്ന് മനസ്സിലാവും അല്ലേ. പിന്നെ അത് ഫോളോ ചെയ്ത് പോവാം, തെറ്റാതിരിക്കാം. പക്ഷെ ഇഷ്ടംപോലെ വലിയ ലോങ് റൂട്ടുണ്ട്. പക്ഷെ അപ്പോൾ ഈ 33 കിലോമീറ്ററിൻ്റെ ഒക്കെ സ്റ്റേ ചെയ്യുന്ന സ്ഥലം ഓൾറെഡി അവിടെ ഹോസ്റ്റലൊക്കെ ഉണ്ടോ? അപ്പോൾ മുകളിലേക്ക് കയറിയാണോ പോകുന്നത് അതോ സ്ട്രെയിറ്റ് തന്നെയാണോ? ഓക്കെ. നമ്മൾ പോകുന്ന റൂട്ട് ഇങ്ങനെ ഈ ഒരു സർക്കിള് അല്ലേ. അപ്പോൾ ഓരോന്നിൻ്റെയും നമുക്ക് പോകാനുള്ള മാത്രം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ കറക്റ്റ് മനസ്സിലാവും. പക്ഷെ നൈസായിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈവൻ ഈ ഒരു ടൈം ആയതുകൊണ്ട് ക്രൗഡൊന്നും ഒട്ടും ഇല്ലാത്ത. അല്ലെ പിന്നെ ഒരു ക്രൗഡ്. പക്ഷെ ഭയങ്കര വേർത്തായിരുന്നു. പീസ്ഫുള്ളായിട്ട് നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു ലൈറ്റായിട്ടൊരു വെയിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം സെറ്റായിരുന്നു. ഇത് കണ്ടോ ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്ന നമുക്ക് കാണാം ചെറുതായിട്ട്. അപ്പോൾ കുറച്ച് ഈ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കും കുറച്ച് ഡ്രൈ ആയിട്ടുള്ളത്. വിൻ്റർ കഴിഞ്ഞല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ അതിനെക്കാട്ടിലും നൈസായിരുന്നു. അതെ ആ ഒരു ചാല് പോലെ ഇങ്ങനെ മൊത്തം പൊക്കോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചില സ്ഥലത്ത് വലിയൊരു വാട്ടർഫാൾ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ടൈമിലുണ്ടാവാൻ ചാൻസില്ല. പിന്നെ നമ്മൾ പോകുന്ന റൂട്ടിൽ വാട്ടർഫാൾ ഇല്ല. ഇത് ഇവിടെ ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഓരോ റൂട്ട് കൊടുത്തിട്ടുണ്ട്. ഈ റൂട്ട് എന്താണ് ജിയോ ടോപ്പ് എന്നും പറഞ്ഞത് 1.6, വേറെ ഏതൊരു സ്ഥലം 3, 6 അത്ര. റൂട്ട് 2 ആണ് കേട്ടോ അത്. പിന്നെ റൂട്ട് 2 തന്നെ 33 ഉണ്ട്. പല ഇതുണ്ട്. പക്ഷെ ഇത് അടിപൊളിയാന്ന് തോന്നുന്നു. കാരണം അതേ മുകളിലേക്ക് കയറി വേണം ട്രക്ക് ചെയ്ത് പോകാൻ. വഴി തന്നെ അടിപൊളിയായിട്ടുണ്ട്. കാരണം മുകളിലേക്ക് കയറുന്നു. ഓരോ സൈഡിൽ പോകുമ്പോഴും ആ ഒരു ലാൻഡ്സ്കേപ്പിന്റെ ലുക്ക് മാറും അല്ലേ. ഇപ്പൊ ഇവിടുത്തെ മരങ്ങൾക്കൊക്കെ ഈ ഒരു ടൈപ്പാ പച്ച കളറിൽ ഇങ്ങനെ അതിങ്ങനെ കിളിർത്ത് വരുന്നുണ്ട്. പിന്നെ മുകളിലേക്ക് ഒരു ഷേപ്പിൽ നിൽക്കുന്നത്. ലൈറ്റായിട്ട് വെയിൽ വരുന്നുണ്ട്. ഹായ്
ചെറുതായിട്ട് വെയിൽ വന്നിട്ടോ. നൈസാണ് കേട്ടോ. മരം ഇങ്ങനെ വീണ് അതില് അവിടെ ഇങ്ങനെ എന്തോ അത് ഉണ്ടായ പോലെ കിടക്കുന്നല്ലേ. നമുക്ക് കിളികളുടെ സൗണ്ട് നൈസായിട്ട് കണ്ടോ. അവിടെ ഒരു ഗുഹ, പിന്നെ അവിടെ ഇങ്ങനെ മരം ഇങ്ങനെ വീണ് കിടക്കുന്നയാ. വഴി തെറ്റാതിരിക്കാൻ എല്ലാ സ്ഥലത്തും ഇവിടെ ഡയറക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും എങ്ങോട്ടാ പോകണ്ടേന്നെല്ലാം ഉള്ളത്. ഇതുവഴിയല്ലേ നമുക്ക് അങ്ങോട്ടൊരു വഴിയുണ്ട്, മുകളിലേക്കൊരു വഴിയുണ്ട്, ഇത് താഴേക്ക് ഇങ്ങോട്ടൊരു വഴിയുണ്ട്. ഇതാ നൈസ് വഴി കാണാനൊക്കെ. തെറ്റിക്കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ 3:30 മ്യൂണിക്കിലേക്ക് ഞാൻ പോവാണ്. അപ്പം മ്യൂണിക്കിലേക്കൊരു 9 hours ഉണ്ട്. ഇന്ന് രാത്രി, അതായത് നാളെ രാത്രി, അതായത് ഇന്ന് രാത്രി 12:30 ഞാൻ എത്തുള്ളൂ. ഞാൻ ബസ്സും ട്രെയിനും എല്ലാം മാറി മാറി ആ DB ടിക്കറ്റ് വെച്ചിട്ട് പോകണം. അപ്പോൾ അത് ഭയങ്കര ടാസ്ക് ആയിരിക്കും. കണ്ടോ, ഈ ഒരു തോട് പോലെ ഇങ്ങനെ ചെറിയൊരു അരുവി, നല്ല ക്ലിയർ വാട്ടർ ആട്ടോ, നല്ല ക്രിസ്റ്റൽ ക്ലിയറാ. നോക്കി പോകുന്ന നോക്കിയപ്പോൾ ഒരാളെ കണ്ടുപിട്ടിട്ടോ. ഒരു ഡോഗും ഉണ്ട് ആളുടെ കൂടെ ട്രക്കിങ് ചെയ്യാനായിട്ട്. ആളെ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഡോഗ് ഉള്ളതുകൊണ്ട് അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു ഡോഗിന്. ഭയങ്കര ഉത്സാഹത്തോടെ ചാടി മറിഞ്ഞ് ഓടി പോകുന്നുണ്ട്. ഇത് നോക്കി നല്ല രസമുണ്ട് കേട്ടോ. വലിയൊരു പാറ, അങ്ങനെ വലിയ പാറ കിട്ടും. കുറേ ഇത് വീണ് കിടക്കുന്നു. ആൾക്കാരൊക്കെ അങ്ങോട്ട് ആ ഒരു ഗുഹേനെ അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. കാരണം വഴിയുണ്ടോ, അങ്ങനെ കയറാനുള്ള വഴിയുണ്ട്. ഇതേ നൈസായിട്ട് വെയിലൊക്കെ വന്നിട്ടുണ്ട്. ഇത് നോക്ക്, ചിത്രം വരച്ച് വെച്ച പോലെ രണ്ട് വലിയ രീതിയിൽ എന്താ പറയുക പാറക്കെട്ടാണ്, നല്ല ഡിസൈനിലൊക്കെ ആയിട്ട്. അതെ അവിടെയൊക്കെ നടന്നു പോയി ആൾക്കാർ അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് തോന്നുന്നു കണ്ടിട്ട്. എനിക്ക് ടൈം കുറവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നടന്ന് തീരണം. കുറച്ച് നേരം നടന്നപ്പോൾ തന്നെ വാമായിട്ടോ. വാമായപ്പോൾ ഞാനിത് ജാക്കറ്റൊക്കെ എടുത്ത് ഇവിടെ കെട്ടി വെച്ചു. എന്നിട്ട് ഞാൻ അത് ഊരിയിട്ടാണ് നടക്കുന്നത്. ജസ്റ്റ് ഈ ഒരു ഡ്രസ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ചൂടായി. ലക്സംബർഗിൽ വന്നിട്ട് ഒന്നും കാണാനില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് കാണാനൊക്കെ ഉണ്ട്. പക്ഷെ ടൈം എടുത്ത് ഇവിടെ നിന്നിട്ടൊക്കെ കാണണം. അപ്പോൾ ഇവിടെ തന്നെ ഒരു 3 ദിവസം ട്രക്ക് ചെയ്യാനുള്ള ട്രക്കിംഗ് സ്പോട്ട് ഉണ്ട്. അപ്പോൾ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും മസ്റ്റായിട്ട് വരേണ്ടതാണ്. മുള്ളർത്താൽ എന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിലാണ്, ട്രക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇനി വരുന്നവർക്കൊക്കെ ഇവിടെ പോവാം. നൈസാണ്. എസ്പെഷ്യലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സ്പ്രിങ്ങിലോ സമ്മറിലോ ഓട്ടത്തിലോ ആണെങ്കിൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. കണ്ടോ, കാരണം ഇപ്പോൾ അതേ പൂക്കളൊക്കെ കണ്ടോ. ഇത് ചെറിയ ചെറിയ പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ തണുപ്പായതുകൊണ്ട് അതിങ്ങനെ വാടി നിൽക്കുന്നൊരു ഫീലാണല്ലോ മഴയൊക്കെ പെയ്തിട്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ മൊത്തം പൂക്കളൊക്കെ ആയി നല്ല രസമായിരിക്കും കാണാനെല്ലാം. ആ കാടിനുള്ളിൽ നിന്ന് പുറത്തേക്കുള്ളൊരു പ്രദേശത്തേക്ക് എത്തും. നോക്ക്, ഇത് ചുമ്മാ എന്തോ ഒരു കൃഷിയാണോ അതോ വെറുതെ കൃഷിയാണോ? എന്ത് കൃഷിയാ? പുല്ലാണോ? അത് ഞാൻ കണ്ടു. പക്ഷെ ഇത് എന്തിനാ യൂസ് ചെയ്യുന്നയാ? പശുവിന്. ആ പുല്ലങ്ങനെ പശുവിനെല്ലാം കൊടുക്കാൻ പഠിപ്പിച്ചേക്കാന്ന് തോന്നുന്നു. പക്ഷെ അടിപൊളി നൈസ്. നമ്മളെ ഊട്ടി, മൂന്നാർ, കൊടൈക്കനാലൊക്കെ വട്ടവടയൊക്കെ ഇല്ലേ, അതുപോലെയൊക്കെ ഉണ്ട്. കൊടൈക്കനാലിന് ഉള്ളിലേക്ക് പോകുമ്പോഴുള്ള കുറേ സ്ഥലങ്ങൾ പോലെ ഉണ്ട്. നൈസാണ് കേട്ടോ. നല്ല കാറ്റൊക്കെ ആയിട്ട് അടിപൊളി. നല്ല തണുത്ത കാറ്റാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഫ്രീസായി പോവും. അടിപൊളി. ഇപ്പം ആ സൈഡിൽ റോഡൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഇതുവഴി നടക്കുക. വീണ്ടും ഒരു കാട്ടിനുള്ളിലേക്ക് നമ്മൾ നടന്നെത്തും. ആ പ്ലെയിൻ സ്ഥലത്തു നിന്ന് വന്ന് റോഡൊക്കെ എത്തിയിട്ട് ഇതേ വീണ്ടും ട്രെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. കാട്ടിലൂടെ അവിടെ ലൊക്കേഷൻ ആ ഡീറ്റെയിൽസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്ക്, ഉള്ളിലേക്ക് കയറിയപ്പോൾ പച്ച കളറിൽ ഇങ്ങനെ പൂപ്പൽ പിടിച്ച് കിടക്കുന്ന ഒരു വെള്ളം പോലെ ഇങ്ങനെ തടാകമായിട്ട് കെട്ടി കിടക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇങ്ങനെ വീണ്ടും കുറേ പോകാനുണ്ട് കേട്ടോ. കുറേ വഴികളുണ്ട്. നമ്മൾ നോക്കി പോയില്ലെങ്കിൽ കറക്റ്റ് നമ്മൾ എത്തില്ല. ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ വണ്ടി പോയിട്ടുണ്ടെന്ന് തോന്നണല്ലേ. മരം മുറിച്ചിട്ട് മാറ്റുന്നതിൻ്റെ ആയിരിക്കും. പോയ വഴിയിലൊക്കെ ഇങ്ങനെ കരി പോലെ, അതായത് ഇവിടുത്തെ മണ്ണിൻ്റെ കളർ ബ്ലാക്കാ. അതെന്താ ഇവിടുത്തെ മണ്ണിൻ്റെ കളർ ബ്ലാക്ക്? ഇവിടുത്തെ അങ്ങനെയല്ലേ? അല്ല, എല്ലാ മണ്ണും ഞാൻ കണ്ടിട്ട് കണ്ടോ. ഇവിടുത്തെ കളർ തന്നെ കറക്റ്റ് ബ്ലാക്ക്, ഒരു ബ്രൗൺ അല്ലേ, ഹൽവ പോലെ. ബ്ലാക്ക് എല്ലാം ഇഷ്ടമല്ലേ? അതുപോലെ അല്ലേ, ഭയങ്കര ഇഷ്ടമല്ലേ? അതുപോലെ ഇരിക്കുന്നു ഇവിടുത്തെ മണ്ണിൻ്റെ എല്ലാ കളറും. കാട്ടിൽ നിന്ന് വീണ്ടും റോഡിലേക്ക് എത്തി കേട്ടോ. നോക്ക്, ഇനി വീണ്ടും കാട്ടിലേക്ക് പോകണം. അങ്ങനത്തെ ഒരു ട്രെയിലാണ്. ഇവിടെ കണ്ടോ കുറേ കുതിരേനൊക്കെ കാണുന്നത്. അതൊരു ഫാം ഹൗസ് ഒക്കെയാണ് കണ്ടോ.
കുതിരയും ഫാം ഹൗസും ആണ് എല്ലാം കാണാൻ പറ്റുന്നത്. മരമെല്ലാം ദേ ഇവിടെ വെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം കാറ്റൊക്കെ വീശി അത് വീഴാതിരിക്കാൻ വീഴാറായതൊക്കെ അവർ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിപ്പോൾ ഞാൻ ബെൽജിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു സൈക്കിൾ എടുത്തൊരു ട്രെയിനിൽ, സോണിയൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സോണിയൻ ഫോറസ്റ്റിൻ്റെ എക്സാക്റ്റ് ലക്സംബർഗിലുള്ള ഒരു ട്രെയിനിലൂടെയാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൽ കൂടെ സൈക്കിൾ ചെയ്യാൻ നമുക്ക് ഓൾറെഡി പറ്റും. സൈക്കിളിൻ്റെ ഡയറക്ഷനും അവർ ഇട്ട് വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡും കാടും ഈ റോട്ടിൽ കൂടെയാണ് നടക്കുന്നത്. ട്രെയിൽ അതുവഴിയെ കണ്ടോ, ഇരിക്കാനും ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു റൂട്ട് മാപ്പ് കാണാൻ പറ്റുന്നത് അല്ലേ. നമ്മളിതില് ഇത് റൂട്ട് 1, ഇത് റൂട്ട് 2, അത് റൂട്ട് 3. നമ്മളിതേ എക്സ്ട്രാ ടൂർ എന്ന് പറഞ്ഞ ഒരു സി കുഞ്ഞ് നോക്കി എത്ര വലുതാ, ഇത്ര വലുത്, ഇത്ര വലുത്, ഇത്ര വലുത്, ഇത് കുഞ്ഞ്. കിലോമീറ്റർ ദേ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളപ്പോ എക്സ്ട്രാ ടൂറിന്റെ ഇതിൽ കാണാനില്ലല്ലോ. ടൂർസി 9 കിലോമീറ്റർ. അതാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഡിഫിക്കൽട്ടി അതൊക്കെ എഴുതിയിട്ടുണ്ട്. ടൂർസി ഈസി ഏത് ഭാഷയിൽ എഴുതിയെങ്കിലും, ലൈറ്റോ ഫേസിലോ അങ്ങനെ എന്തോ എഴുതിയേക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു റൂട്ട് 2 ഡിഫിക്കൽട്ടാണ് കാണുന്നത് അല്ലേ. ഡിഫിക്കൽട്ടിന്റെ പല ഭാഷയിലാട്ടോ എഴുതിയേക്കുന്നത്. അതാണ് സംഭവം. അതാണ് എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവാത്തത്. ബാക്കിയൊക്കെ ഏവറേജ് കൊള്ളാം. ഏറ്റവും കിലോമീറ്റർ കുറവ് 9 ടൂർസി. പോകുന്ന വഴിക്ക് ഇതേ ഒരു അടിപൊളി വില്ലേജൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാർ, ചില ആൾക്കാർ നോക്കിയാലും ചിരിക്കൂല, ഭയങ്കര ജാട ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അതാ വീണ്ടും ഈ ഒരു ലാൻഡ്സ്കേപ്പിലൂടെയാണ് പോകുന്നത്. പക്ഷെ റോഡുണ്ട് നമുക്ക് പോകാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഞാൻ മാപ്പിൽ കാണിച്ചെന്ന പോലെ ഏറ്റവും ചെറിയ റൂട്ടാണ് എടുത്തിട്ടുണ്ട്. കാരണം 9 കിലോമീറ്റർ പോകാനുള്ളതേ നമുക്ക് ഈ ഒരു ദിവസം കൊണ്ട് പറ്റുള്ളൂ. ഈ ഒരു ട്രെയിൽ ഇതേ ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത്. ഞാനിങ്ങനെ സംസാരിക്കുന്നത് എക്കോ കേൾക്കുന്നുണ്ട് കേട്ടോ. ഈ നടന്നു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സൗണ്ട് മുഴങ്ങി കേട്ടോണ്ടിരിക്കുക. പിന്നെ ഇവിടുത്തെ ലൈറ്റെല്ലാം ഓട്ടോമാറ്റിക്കാണ്, ഫുൾ ടൈം ഉണ്ടാവില്ല. നമ്മൾ ഇതുവഴി നടക്കുമ്പോൾ മാത്രം ഉണ്ടാവും. അടിപൊളി കേട്ടോ. ഈ ഒരു ഗുഹ നൈസായിട്ടുണ്ട്. നടന്നു പോകുന്നതിൻ്റെ വഴിക്ക് നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രാമം കണ്ടോ. നോക്കി ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല പച്ചപ്പ് നിറഞ്ഞ്. ഇപ്പോഴേ ഇത്ര പച്ചപ്പാണ്, അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ പച്ചപ്പായിരിക്കും. ബ്യൂട്ടിഫുൾ. സ്പ്രിങ്ങിൻ്റെ തുടക്കത്തിൽ തന്നെ നൈസാണ് കേട്ടോ. അത്യാവശ്യം പൂക്കളൊക്കെ ദേ ഇങ്ങനെ വന്ന് തുടങ്ങി. കണ്ടില്ലേ നോക്കി അല്ലേ, ഇവിടെയൊക്കെ മൊത്തം പൂക്കളായി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. അങ്ങോട്ട് ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമുണ്ട്. ഈ മരങ്ങളും കൂടെ പൂക്കും ഇനി. അപ്പോൾ ആ വില്ലേജിലേക്കൊക്കെ ഇങ്ങനെ നോക്കി ഫുൾ ഗ്രീനറി ആയിട്ട് കാണാൻ നൈസാണ്. ഈ ഗ്രാമത്തെ കൂടുതൽ കാണാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമുക്ക് കാണാം കേട്ടോ നോക്കി കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പം കാണാൻ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുള്ളേ. ഈ മഞ്ഞ പൂക്കളൊക്കെ കണ്ടില്ലേ, അതുപോലെ ആയിരിക്കും മൊത്തം. എന്താ പറയുക, ആ ഒരു സ്പ്രിങ് ആകുമ്പോഴേ വെയിൽ വന്നു ചെറുതായിട്ട് വെയിലൊക്കെ വന്നു. ഇവിടെ വെയിലൊക്കെ വരുമ്പോൾ സന്തോഷം. നാട്ടിലാണെങ്കിൽ ഫുൾ വെയിൽ വേണ്ടാന്നാണ്. പക്ഷേ ഇവിടെ നോക്ക്, ഇവിടെ എല്ലാം റൂട്ട് എഴുതി വെച്ചിട്ടുണ്ട്. റോഡൊക്കെ നോക്ക് ഭയങ്കര പീസ്ഫുൾ, ആരുമില്ല. ഭയങ്കര രസമുണ്ട് കേട്ടോ. ഓരോ വീടൊക്കെ നോക്കി എത്ര സൈലൻ്റാണ്. ആ റോഡൊക്കെ കണ്ടോ, കാണാൻ തന്നെ നൈസായിട്ടുണ്ട്. ഇവിടെ അതേ ട്രെയിനിൻ്റെ ഇതെല്ലാം കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. സൈക്കിളിനുള്ളതും നടക്കാനുള്ളതും. ഏറ്റവും കൂടുതൽ ആൾക്കാർ അതുവഴി സൈക്കിൾ ചെയ്യുക ചെയ്യുന്നത്. ഇത്ര നേരമായിട്ട് ഇപ്പോഴാണ് ഒരു കയറ്റം വന്നത് കേട്ടോ. ഒരു അത്യാവശ്യം വലിയൊരു കയറ്റമായിരുന്നു. നമ്മൾ കയറി വന്ന് എന്താണ്ടോ മരമൊക്കെ ഇതുപോലെ കാറ്റത്ത് വീണ് കിടക്കണതാണോ. അവിടെ നോക്കി വെള്ളം ഇങ്ങനെ സ്വിമ്മിംഗ് പൂൾ വല്ല കെട്ടി നിർത്തിയിട്ടുണ്ട്. നല്ല ക്ലിയർ വെള്ളമാണ്. എനിക്ക് തോന്നുന്നു കുടിക്കാനും കുളിക്കാനും ഒക്കെ പറ്റും, മോൻ കഴുകാനോ അങ്ങനെ ഇങ്ങനെ വെച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ട്രെക്കിങ്ങും ട്രെയിലൊക്കെ ഓൾമോസ്റ്റ് കഴിയാനായിട്ടുണ്ട്. ഇതേ നമ്മൾ അങ്ങോട്ട് ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ ഉണ്ടോ അടുത്ത കൃഷിക്കുള്ള പ്രിപ്പറേഷനിലാണ്. സന്നോജിത് ആരൊക്കെ വീഡിയോ കോൾ ചെയ്ത് പറയുന്നുണ്ട് നോമ്പൊക്കെ ആയിട്ട് പാവം 9 കിലോമീറ്റർ ഒക്കെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക. വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. എനിക്ക് വെള്ളം കുടിക്കുക, ഫുഡ് കഴിക്കുക, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നല്ല തണുത്ത ക്ലൈമറ്റും നല്ല തണുത്ത കാറ്റൊക്കെയാണ്, നൈസാണ്. എനിക്കെന്തായാലും ലക്സംബർഗ് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് പച്ചപ്പും കാറ്റും നാച്ചുറലിയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊന്നും ഇല്ലെങ്കിൽ എന്തോ ഒരു ബോറിങ് ഫീലാണ്. അപ്പോൾ ഇത്ര ദിവസമായിട്ട് ബാക്കിയുള്ള കൺട്രീസിലൊക്കെ വിൻ്റർ ആയതുകൊണ്ട് പച്ചപ്പ് ഒന്നുമില്ല. പിന്നെ ഫുൾ സിറ്റി ആയിരുന്നു. ഇതാണെങ്കിൽ ഫുള്ള് സിറ്റിക്ക് ഔട്ടറിൽ വന്നു. എനിക്കാണെങ്കിൽ സിറ്റി ഒന്നും അധികം ഇഷ്ടമേ അല്ല. ഇവിടെ ഫുൾ ഹാപ്പി, അടിപൊളി. അങ്ങനെ വിജയകരമായി നമ്മൾ 9.5 കിലോമീറ്റർ കറങ്ങി അല്ലേ.
360 ആംഗിളിൽ കറങ്ങി കറക്റ്റ് ഞങ്ങളെത്തി. അതും 1 മണിക്ക് ഞങ്ങൾ എത്തണം എന്ന് വിചാരിച്ചു. ഇപ്പൊ സമയത്തായി 12:52. കറക്റ്റ് 1 മണിക്ക് തൊട്ട് മുന്നേ ഞങ്ങളെത്തി കേട്ടോ. അപ്പോൾ നമ്മളതേ കാർ എവിടെയാണ് പാർക്ക് ചെയ്തേക്കുന്നത്, കറക്റ്റ് അവിടേക്ക് തന്നെ നമ്മളിവിടെ എത്തി. നേരെയാണ് പോയത്, കറക്റ്റ് ഒരു 360 ആംഗിളിൽ വന്ന്. അത് എനിക്ക് തോന്നുന്നു ഇവർ ഈ കൺട്രീസൊക്കെ ഉണ്ടാക്കുന്ന തന്നെ ആ ഒരു രീതിയിലല്ലേ. അവരുടെ ഇത് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഒരിക്കലും വരൂലല്ലോ. ഇത് കറക്റ്റ് ഈവൻ അങ്ങനെയുള്ള ട്രക്കിംഗ് സ്ഥലമായാലും ഇവരുണ്ടാക്കുന്ന എല്ലാ സംഭവങ്ങളും അങ്ങനെ അടിപൊളിയായിട്ടാ. സൊലജ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? നോമ്പൊക്കെ എടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു 9 കിലോമീറ്റർ ഒക്കെ പോയിട്ടുണ്ടാവൂല. ഈ ഒരു ഇത്രയും നാള് നോമ്പെടുത്തിട്ടല്ലേ? ട്രക്കിങ്ങിന് നോമ്പെടുത്താ പോയിട്ടുണ്ടാവൂല. പോയിട്ടില്ല. ഓക്കെ, അപ്പൊ എങ്ങനെ ഉണ്ടായി എക്സ്പീരിയൻസ്? കുഴപ്പമില്ല, പക്ഷെ നോമ്പായതുകൊണ്ട് ലാസ്റ്റ് ആയപ്പോ ഇങ്ങനെ കയറ്റം കയറിയപ്പോ കുറച്ച് ക്ഷീണം വന്നല്ലേ? പക്ഷെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എന്തായാലും ഇങ്ങോട്ട് വന്നത് നന്നായില്ലേ? ഞാൻ വിചാരിച്ചു വിന്ററിൽ വരുമ്പോ ഭയങ്കര ബോറായിരിക്കും, പക്ഷെ അതിനകമൊക്കെ കാണാൻ അടിപൊളിയല്ലേ? എല്ലാ സീസണിലും വന്ന് നോക്കണം. അതെ, വിന്ററിൽ വരരുത്. പക്ഷെ സന്നുജന്റെ മക്കളൊക്കെ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അല്ലേ, മാത്രം വന്നിട്ടില്ല. ഞങ്ങൾ വയസ്സായില്ലേ, അതുകൊണ്ട് വയസ്സൊന്നും ആയില്ല. സന്തൂർ മമ്മിയാണ് കേട്ടോ. ആക്ച്വലി മക്കളെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. മക്കളൊക്കെ സ്കൂളിൽ പോയി. ഇന്ന് അവർ സ്കൂളിൽ ലീവ് എടുക്കാൻ പറഞ്ഞിട്ട് ലീവ് പോലും എടുത്തില്ല പിള്ളേർ. പിന്നെ ഇന്നലെ അവരായിട്ട് സംസാരിച്ച് 1 മണി വരെ സംസാരിച്ചിരിക്കുമായിരുന്നു. പിന്നെ ആ ടൈമിൽ ഞാൻ ആക്ച്വലി വീഡിയോ ഒന്നും അങ്ങനെ എടുത്തില്ല, പിള്ളേരെ കാണിക്കുന്നതല്ല. കാറിൽ പോകുന്ന സ്ഥലം നോക്ക്, ഫുള്ള് പച്ചപ്പ്, നല്ല നൈസായിട്ടുണ്ട്. കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനിങ്ങനെ പച്ചപ്പൊക്കെ ഇവിടെ കാണുന്നത്. പച്ചപ്പ് കാണാൻ ഞാൻ ലക്സംബർഗ് വരെ വരേണ്ടി വന്നു. സ്വിറ്റ്സർലൻഡൊക്കെ പോലെ ഉണ്ട്. അതായത് അതിൻ്റെ ഒരു സ്വിറ്റ്സർലൻഡ് എല്ലാം സമ്മറിൽ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഫീലുണ്ട്. അടിപൊളി. സിറ്റിയിൽ നിന്ന് മാറി ഔട്ടറിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രസമുള്ള വഴികളാണ് കേട്ടോ. നൈസാണ്. അങ്ങോട്ടൊക്കെ നോക്ക്, ഒരു ആഫ്രിക്കൻ്റെ ഒരു സ്ഥലം പോലെയൊക്കെ തോന്നുന്നു പച്ചപ്പൊക്കെ കാണുന്ന സമയത്ത്. ഇതുപോലുള്ള വഴികളൊക്കെ ഒരുപാട് ആ ഏരിയയിലെല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ വട്ടവട, മൂന്നാർ ആ ഏരിയയിലൊക്കെ ഉണ്ടല്ലോ, അതുപോലെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ബായ്. അപ്പോൾ ഞാനെന്താ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി ടൈം ഉണ്ടായില്ല, കറക്റ്റ് കുറച്ച് സമയം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. വെക്കർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞാൻ ട്രെയിൻ കയറി ഇനി ജർമ്മനിയിലേക്ക് പോവാണ്. ഏകദേശം ഇവിടുന്ന് 2 ട്രെയിനും ജർമ്മനിയിൽ നിന്ന് 6 ട്രെയിനും എടുത്ത് എനിക്ക് ഞാൻ രാത്രി ഒരു 12, 1 മണിയൊക്കെ ആവും മ്യൂണിക്കിലെത്താൻ കേട്ടോ. ബായ്, താങ്ക് യു സോ മച്ച്. ഇനി വിളിച്ച് പറയാം, ഇവിടുന്ന് വീഡിയോ എടുത്താലും കാണൂല. ഇവിടെ പിന്നെ എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് കയറാം. ട്രാൻസ്പോർട്ടേഷനൊക്കെ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഈസിയാണ്. ഇത് കൺട്രി സൈഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ആരും ഇല്ല കേട്ടോ. ഫുള്ള് ഫ്രീ ആയിട്ട് കിടക്കുക. ആകെ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പം ഞാൻ പോകുന്ന വഴിയിൽ നിന്ന് എനിക്ക് വീണ്ടും ഒരു 2-3 സ്റ്റോപ്പ് ചെയ്യുമ്പോൾ മാറി കയറണം, എന്നിട്ട് ജർമ്മനിയിലെത്തും. പിന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടി ഫുഡൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി സാലഡും ഈ ബിരിയാണിയൊക്കെ ഞാൻ പാക്ക് ചെയ്ത് എനിക്ക് തന്നു വിട്ടിട്ടുണ്ട്. ഞാൻ പട്ടിണി കിടക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഭയങ്കര മിസ്സിങ്. ഇത്രയും നേരം ഇന്നലെ രാത്രി തൊട്ട് കൂടെ ഉണ്ടായിട്ട് പെട്ടെന്ന് അങ്ങ് വായി പറഞ്ഞു പോയപ്പോൾ എന്തോ ഭയങ്കര മിസ്സിങ്. ഇവിടെ ഒരു സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ അടുത്ത വണ്ടി വെയിറ്റ് ചെയ്യണം. ഇതുണ്ടോ, സൈക്കിൾ കൊണ്ടുപോകാനുള്ള സ്ഥലമാണ്. സൈക്കിളൊക്കെ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകും. എല്ലാ വണ്ടിയിലും അങ്ങനെ ഏത് ബോഗിലാണ് സൈക്കിൾ വെക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ നൈസാണ്. പിന്നെ ഇവിടുത്തെ എല്ലാ ട്രെയിൻസും ഓൾമോസ്റ്റ് ഡബിൾ ഡെക്കർ ട്രെയിൻസാണ് കേട്ടോ വരുന്നത്. ഞാനിതാ ട്രിയറിൽ എത്താനായിട്ടുണ്ട്. ഇന്നലെ ഞാൻ ട്രിയറിൽ നിന്നാണ് അടുത്ത് എത്തിയിട്ടുണ്ടായത്. അപ്പോൾ തിരിച്ച് ജർമ്മനിയിലേക്ക് എത്തി. ഇന്നലെ ഞാൻ നെതർലാൻഡ്സ്, ജർമ്മനി, ലക്സംബർഗ് അങ്ങനെ 3 കൺട്രിയൊക്കെയാണ് ട്രാവൽ ചെയ്ത് വന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 1 hour എനിക്കിവിടെ ലേ ഓവർ ഉണ്ട്. അതായത് അടുത്ത ട്രെയിൻ കിട്ടാനായിട്ട്. ഇനി അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യണം. ഇത്രയും ബാക്ക് പാക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ ഒരു ബാഗ് മാത്രം ഞാൻ എടുത്തിട്ട് ഇവിടെ വാഷ്റൂമിലേക്ക് പോവാം കേട്ടോ. എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ച് നേരത്തെ തമിഴിൽ ഒരാൾ വന്ന് സംസാരിച്ചു, എൻ്റെ വ്ളോഗൊക്കെ കണ്ടിട്ടുണ്ട് പറഞ്ഞു. ഇവിടെ ഒരുപാട് ഇന്ത്യൻസ് ഉണ്ട് കേട്ടോ, തമിഴായിട്ടും മലയാളമായിട്ടും നോർത്ത് ഇന്ത്യനായിട്ടും എല്ലാം. ഞാൻ തിരിച്ചു വന്നപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ ബാഗിൻ്റെ അടുത്ത് നിൽക്കുവാണ്, എൻ്റെ പൈസയൊക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ പൈസ ഇല്ല എടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചു. അപ്പോൾ ആൾ ജർമ്മനിക്കാരനാണ്, കുറേയൊക്കെ സംസാരിച്ചു. ഹായ്. Hi. So, me, it's Ralph. Okay, so you turn it that way. Yes, I'm a German guy. I'm a fantastic father, not to hurt my children. So, and I'm an India fan, Maharashtra, and the village I visited for 5 days, it names Gondia. And my daughter, 5 years old, she names Gondia as well. Oh, really? Because you like the village? So and we came to Gondia. We had a very comfortable hotel. Okay. So it was a hotel by Tata Group. Okay. And
Yes, after that, so we had a project and we called her Project Gondia. And yes, when the mother came down, we had no other name. So, and we only killed the project and it was Gondia. Nice. Yes, and it's unique. Every German one knows, okay, it's a girl. Every German, maybe mother or women or the Germans, they like her and they like the unique name. And everyone knows, oh, it's a female name. And then everyone asks for the story. I give them the hint. Okay, take Google and Google for the city of Gandia. Okay. Or YouTube. Okay, I don't speak too much. Now I speak a little German. Yeah. Ich kann auch Deutsch reden. So I'm able to speak German. And this was Oxford German. And I live not far from Cologne. Cologne, for me, it's one of Germany's cultural centers because they like carnival, and I am carnival. Yes, they have not an ugly, but a very special pronunciation. You should Google Köln, K-Ö-L-N. The Cologne. Ö is, yes. Cologne. Oh, Cologne, yes. Yesterday I came from there. Yeah, but you I missed came Carnival. from- You missed Carnival. Sorry? You missed Carnival. Yeah, it's- Carnival. I didn't know about that. I was just came from Netherlands, then Cologne. From there, I took a train from here. Then I entered to Luxembourg. Yesterday I was staying there. Then just now I came back from Luxembourg. And Just what, going to Munich. and what about the Cologne beer? It's called I Kölsch. didn't try it, so I don't know about that. Yes, so you have to be drunken to enjoy. And Of course, I'll try later. it's served in very mini glasses, and you have to drink nearly 20 glasses. Okay. So that it has impact, but after that it tastes wonderful and you Okay. can't stop. Yes, and besides German, I'm able to speak Luxembourgish. Okay. Okay, That's but nice. you will love it, me. Oh, so Okay, nice to meet you. Nice to meet you, and have a wonderful trip. Thank you. Europe is nice, and Germany is nicer. Okay, okay. Oh. ഓക്കെ ബൈ. ഞാൻ ട്രിയറിലെത്തി കുറച്ചു നേരം പിന്നെ ഇരുന്നതിന് ശേഷം ആ പുള്ളിക്കാരനെ സംസാരിച്ച് ഇറങ്ങാൻ നിന്നാണ്. അപ്പൊ ദേ ആമിന വീണ്ടും വന്നു. എവിടെ ആമിന? ഹായ്. പക്ഷെ ഞാനിവിടെ 2:20 എത്തിയതാ. ഇപ്പം 3:10 ആയി. എനിക്ക് 3:30 അടുത്ത ട്രെയിൻ. അതുവരെ കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ കുറെ ടൈം ഉണ്ടായിരുന്നേ. അപ്പൊ ഞാനിതാ പുറത്തേക്ക് ജസ്റ്റ് ഇറങ്ങി. അപ്പൊ ഇവിടെ ഒന്ന് ജസ്റ്റ് കാണാമെന്ന് ഓർത്തിട്ട് ഇറങ്ങിയത്. എന്തോ ഒരു ബിൽഡിംഗ് ഒക്കെ കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ ജസ്റ്റ് നടന്നുകൊണ്ടിരിക്കുവാണ്. അധികം ടൈമില്ല, തിരിച്ചപ്പോൾ തന്നെ വരും. ജർമ്മനിയിലെ ഒരു പഴയ സിറ്റിയാണ് കേട്ടോ ഈ ട്രിയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ കണ്ട് നടന്നുകൊണ്ടിരിക്കുവാണ് അങ്ങോട്ടെല്ലാം. ഇപ്പോൾ ഉണ്ടോ സ്പ്രിങ് ആയി തുടങ്ങിയപ്പോൾ തന്നെ പൂക്കളൊക്കെ വന്ന് രസമായി തുടങ്ങി. ചെറിയ ആ ഒരു ചെറി ബ്ലോസം പോലെയൊക്കെ ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ പൂക്കളെല്ലാം ആയിട്ട്. ഈ ഒരു ബിൽഡിങ് വരെ കാണാൻ വേണ്ടി വന്നതാണ്. ഇതൊരു പഴയ കെട്ടിടമാണ്. ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാനപ്പോൾ ജസ്റ്റ് ഇവിടെ വരെ വന്നപ്പോൾ ഇങ്ങനെ വന്നു എന്നുള്ളൂ. ഇനി ഞാൻ ലേറ്റ് ആയിക്കഴിഞ്ഞാൽ എൻ്റെ വണ്ടി മിസ്സാവും. ഇത്രയും നേരം 1 hour ഞാനവിടെ നിന്നിട്ട് മിസ്സാക്കിയാൽ പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് തിരിച്ചു പോവാം. ഏത് വഴിയാ? ഏത് വഴിയാ? ബസ്സിൽ പോയാലും പിന്നെ കുറച്ചുകൂടി ഇല്ലേ നടക്കാൻ? അത് ബസ്സിൽ പോണോ? ഏതാ ഏറ്റവും ഈസി എത്തുക? ഓക്കെ. ഞാനിതാ ട്രെയിനിൽ കയറി. അപ്പോൾ ഇതാ സാലഡ് ഉണ്ട്, ബിരിയാണി ഉണ്ട്. ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കാണ്ട്. അപ്പോൾ അത് ഇവിടെ ഒരു പുള്ളിക്കാരനൊക്കെ പരിചയപ്പെട്ടു. ഹായ്, ടർക്കിയിലുള്ളതാണ്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാ പേരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ സംസാരിക്കാൻ ബിരിയാണിയൊക്കെ ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്ത്. ഞാൻ മാൻഹായ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇറങ്ങിയിട്ട് വീണ്ടും അടുത്ത ട്രെയിനിൽ കയറി ഇപ്പം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി എപ്പോൾ എത്തുമെന്നറിയില്ല. രാത്രിയാവും ഞാനെത്താൻ. ഇപ്പം തന്നെ ഞാൻ നല്ല ടയർഡായി. 10 kilometer ഞാൻ നടന്നു. രാവിലെ വെളുപ്പിന് എണീച്ചു. ഇന്നലെ രാത്രി ലേറ്റായി കിടന്നു. ഇന്നലെ മൊത്തം ട്രാവൽ ചെയ്തു. എല്ലാം കൂടെ ഇന്നലെ രാവിലെ തുടങ്ങിയത് ആക്ച്വലി ഒരു ട്രാവൽ. എൻ്റെ മുഖം നോക്കി നോക്ക്, ടയർഡായിട്ട് എന്തോ പോലെ ഉണ്ടാവും. ഉറക്കൊക്കെ വരിക ഭയങ്കരമായിട്ട്. അടുത്ത ട്രെയിൻ എനിക്ക് കിട്ടി. ഞാൻ കുറേ ഓടി കേട്ടോ. എൻ്റെ അമ്മ, ഞാൻ പ്ലാറ്റ്ഫോമിൽ 6 ഇറങ്ങിയിട്ട് 1 ഒരൊറ്റ ഓട്ടോ ഓടി. ബാക്ക് പാക്കും ഇത്രയും സാധനങ്ങളായിട്ട് കേട്ടോ. ഇത് രണ്ടും പോരാത്തതിന് എൻ്റെ വേറെ സ്ലീപ്പിംഗ് ബാഗ് ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഞാനൊരു ഓട്ടോ ഓടി കിട്ടി. ഞാൻ
അതവിടെ ആ ട്രെയിൻ എത്തി, അപ്പം തന്നെ അടുത്ത സ്ഥലത്ത് ഈ ട്രെയിൻ എത്തി. ഞാൻ താഴേക്ക് ഇറങ്ങി അണ്ടർഗ്രൗണ്ട് ഇറങ്ങി മുകളിലേക്ക് കയറി ബാക്ക് പോയിട്ട് കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഇത് കിട്ടിയില്ലായിരുന്നു, എല്ലാം ഗുണമായേനെ. ഇനി അടുത്തത് ഒരു 12 മിനിറ്റ് ഗ്യാപ്പിൽ അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2 കണക്ഷനുള്ളൂ. ഇതെൻ്റെ ലാസ്റ്റ് ട്രെയിനാണെന്ന് തോന്നുന്നു. ഇതിന് മുന്നേയും ഫുള്ള് ഓട്ടോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ട്രെയിൻ കയറി 1 മണിക്കൂർ നിന്നു. ഇനിയിപ്പോൾ ഇതിൽ കയറിയിട്ട് ഇനി ഒരു വേറെ ഇനി പോകണമെന്ന് എനിക്കറിയില്ല. അവിടെ ഇറങ്ങുമ്പോൾ എൻ്റെ ഫ്രണ്ട് എന്തായാലും എന്നെ പിക്ക് ചെയ്യാൻ വരും. അപ്പോൾ ഇതിലാണ് ഞാനിനി പോകാനുള്ളത്. ഇതിലങ്ങനെ ആരും ഇല്ല കേട്ടോ, അധികം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇതിനിപ്പോൾ ഒരു 2 മണിക്കൂർ എനിക്ക് അങ്ങോട്ട് പോകുന്നു. കണ്ടോ, മൊത്തം ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ലാസ്റ്റത്തെ ട്രെയിനായിട്ടുണ്ട്. ഒരു 12:45 എത്തും ഞാൻ അവിടെ മ്യൂണിക്കിൽ. എന്നിട്ട് അവിടെ നിന്ന് എൻ്റെ ഫ്രണ്ട് പിക്ക് ചെയ്തിട്ട് പിന്നെ റൂമിലേക്ക് പോകണം. ഞാനിങ്ങനെ കുറച്ചേരൊക്കെ ഞാനിങ്ങനെ ട്രെയിനിൽ ഉറങ്ങി. അപ്പം എൻ്റെ മ്യൂണിക്ക് എത്താനായിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് അവിടെ വരില്ല. അവിടുന്ന് വീണ്ടും ഞാൻ ഒരു ട്രെയിൻ കൂടെ എടുത്തിട്ട് പോകണം. അവിടെ വരാമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനിത് ഇപ്പം തന്നെ സമയം 1 മണിയാവാനായിട്ടുണ്ട്. ഇനി ഞാൻ എപ്പോൾ എത്തുമെന്ന് അറിയില്ല. റൂമിൽ 1:30-2 മണിയൊക്കെ ആവുമായിരിക്കും. കയറിയിലേക്ക് ഉറക്കം വന്ന് ആകെ ടയർഡായിട്ടുള്ളത്. ഞാനിപ്പോൾ ഇനി ബാക്കി വീഡിയോ ഒക്കെ ഞാൻ നാളെ രാവിലെ എടുക്കാതെ ഓർത്തു. സോ ഈ വീഡിയോ ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.